Hello guys, welcome back to another episode of collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KS ഹെഗ്ഡെ മെഡിക്കൽ കോളേജിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ മാംഗ്ലൂർ, കർണാടകയിൽ തന്നെയുള്ള മാംഗ്ലൂരുള്ള ഒരു ക്യാമ്പസാണ്, ഒരു മെഡിക്കൽ കോളേജാണിത്. അപ്പോൾ ഇവിടെയുള്ള അഡ്മിഷൻ പ്രൊസീജിയർ, അലോട്ട്മെൻറ്റ് പ്രോസസ്സ്, സീറ്റ് മെട്രിക്സ്, ഫീസ് സ്ട്രക്ചർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് നീറ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് നീറ്റ് റിലേറ്റഡ് റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്താൽ മതി. എല്ലാ അപ്ഡേറ്റ്സും നമ്മളതിൽ കൊടുക്കും. ഇനി നമ്മുടെ ഈ ഒരു ക്യാമ്പസ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു 1999 ഈ ഒരു മെഡിക്കൽ കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ KS ഹെഗ്ഡെ മെഡിക്കൽ അക്കാഡമി ഒരു NITT ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള NITT ആയിട്ടുള്ള ഒരു കോൺസ്റ്റൻറ്റ് കോളേജായിട്ട് മാറി. 2009 ഈ ഒരു NITTൻ്റെ കോൺസ്റ്റൻറ്റ് കോളേജായിട്ട് ഈ ഒരു മെഡിക്കൽ കോളേജ് മാറുന്നത്. അതേപോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ MBBS, MD, MS, MCH പ്രോഗ്രാംസ്, ഇങ്ങനത്തെ എല്ലാ തരത്തിലുള്ള മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഇവിടെ ഉണ്ട്. ആൻഡ് ഇനി ഈ ഒരു പ്രോഗ്രാംസ്, ഈ ഒരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളതാണ്. അത് നമുക്കറിയാം, ഒരു മെഡിക്കൽ റിലേറ്റഡ് നമ്മളൊരു കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്, ഈ ഒരു മെഡിക്കൽ കോളേജിന് ആ ഒരു മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ്റെ അംഗീകാരം ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു KS ഹെഗ്ഡെ മെഡിക്കൽ അക്കാദമി പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൻ്റെ തന്നെ ലിസ്റ്റിൽ 14ാമത്തെ റാങ്കിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ഒരുപാട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ഉണ്ട്. നമ്മുടെ കേരളത്തിലുണ്ട്, തമിഴ്നാടുണ്ട്, കർണാടക, ഇന്ത്യയിൽ തന്നെ ഒട്ടനവധി പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ഉണ്ട്. അപ്പോൾ 2022 കണക്ക് പ്രകാരം ഈ ഒരു നമ്മുടെ KS ഹെഗ്ഡെ അക്കാഡമിയിലെ ഈ മെഡിക്കൽ കോളേജ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൻ്റെ തന്നെ ടോപ്പ് 14 നിൽക്കുന്നത്. ഇനി 2022 ഔട്ട്ലുക്ക് ഇന്ത്യൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് ഇവർക്ക് ഈ ഒരു റാങ്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ജസ്റ്റിസ് KS ഹെഗ്ഡെ ചാരിറ്റബിൾ ഹോസ്പിറ്റലാണ് ഇവരുടെ കോൺസ്റ്റൻറ്റ് ഹോസ്പിറ്റലായിട്ടുള്ളത്. ആൻഡ് ഇവിടെ 1000 ബെഡ് ടീച്ചിങ് ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ കുറേ അധികം പേഷ്യൻ്റ് ഫ്ലോ, പിന്നെ നിങ്ങൾക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഫെസിലിറ്റീസ് കാര്യങ്ങൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു NITTൻ്റെ കോൺസ്റ്റൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. അതും 12 ബോർഡ് സ്പെഷ്യാലിറ്റീസും 15 സൂപ്പർ സ്പെഷ്യാലിറ്റീസും വരുന്നൊരു മെഡിക്കൽ കോളേജ് കൂടിയാണിത്. ഇനി ടോട്ടൽ സീറ്റ്സ്, നമുക്കിവിടെ MBBSന് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ സീറ്റ് നമ്പർ എന്ന് പറയുന്നത് 250 ആണ്. അപ്പോൾ ഈ 250 സീറ്റ്സിൽ തന്നെ 38 സീറ്റ്സ് സ്റ്റേറ്റ് കോട്ട റിസർവ്ഡ് ആണ്. അതേപോലെ 174 സീറ്റ്സ് മാനേജ്മെൻറ്റ് കോട്ട റിസർവ്ഡ് ആണ്. ഇനി 38 സീറ്റ്സ് ആണ് NRI റിസർവ്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് കോട്ട സീറ്റ്സിൽ, ഈ 250-ൽ 38 സീറ്റ്സ് സ്റ്റേറ്റ് കോട്ടയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ് കോട്ട സീറ്റ്സിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കർണാടക സ്റ്റുഡൻസിന് മാത്രം, കേരളത്തിലോ അല്ലെങ്കിൽ ബാക്കി സ്റ്റേറ്റ്സിലുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കർണാടകയിലുള്ള സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഒരു 38 സ്റ്റേറ്റ് കോട്ട സീറ്റ്സിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ബാക്കി വരുന്ന മാനേജ്മെൻറ്റ് സീറ്റ്സ് അല്ലെങ്കിൽ NRI കോട്ട സീറ്റ്സിൽ മാത്രമാണ് അതർ സ്റ്റേറ്റിലുള്ള, ഓൾ ഇന്ത്യയിലുള്ള ബാക്കി സ്റ്റേറ്റ്സിലുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അങ്ങനെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ MCC കൗൺസിലിംഗ് ചൂസ് ചെയ്തിട്ട് ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ലഭിക്കുന്നത്. മറ്റേ സ്റ്റേറ്റ് കോട്ടയാണെങ്കിൽ നിങ്ങൾ KEയിൽ രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങനെയായിരിക്കും കിട്ടുക. അത് ഓൺലി ഫോർ കർണാടക സ്റ്റുഡൻസ് ആണ്. ഇനി നിങ്ങൾ ഈ ഒരു നിങ്ങൾക്ക് നീറ്റ് നിങ്ങൾ എലിജിബിൾ ആവും, നിങ്ങൾക്ക് കൺഫേം ആണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റ്സ് മുന്നേ തന്നെ ബുക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫീസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഫീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ വരുന്നവർക്ക് അടയ്ക്കേണ്ട ഫീസ് എന്ന് പറയുകയാണെങ്കിൽ MBBS, നമുക്ക് ഇവിടെ MBBS 5.5 ഇയേഴ്സ്, 5.5 വർഷത്തെ കോഴ്സാണ്. അതിൽ 4.5 വർഷത്തെ കോഴ്സ്, 1 വർഷത്തെ കമ്പൽസറി ഇൻറ്റേൺഷിപ്പാണ് വരുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഇയറിൽ അടയ്ക്കേണ്ട പൈസ എന്ന് പറയുന്നത്, ജനറൽ കാറ്റഗറി വിഭാഗക്കാർ ഫസ്റ്റ് ഇയറിൽ അടയ്ക്കേണ്ട പൈസ എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസായിട്ട് നിങ്ങൾ 17,70,000 റുപ്പീസ് അടയ്ക്കണം. പിന്നെ യൂണിവേഴ്സിറ്റി ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടത് 6,500 റുപ്പീസും പിന്നെ എക്സാം ഫീസായിട്ട് വരുന്നത് 8,000 റുപ്പീസാണ്. അപ്പോൾ ടോട്ടൽ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഇയറിൽ ഈ ഒരു കോഴ്സ് പഠിക്കാൻ ചേരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 70,84,500 റുപ്പീസ് ആയിരിക്കും വരുന്നത്. പിന്നെ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ 17,78,000, തേർഡ് ഇയറിലും അത് തന്നെ, ഫോർത്ത് ഇയറിലും അത് തന്നെ. ഇനി ഫിഫ്ത്ത് ഇയറിൽ വരുമ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 8,99,000 റുപ്പീസാണ്. ഇത് നമ്മൾ പറഞ്ഞ ജനറൽ കാറ്റഗറിക്കാർ അടയ്ക്കേണ്ട എമൗണ്ട് ആണ്. ഇനി NRI കാറ്റഗറിയിൽ നിങ്ങൾ സീറ്റ് റിസർവ് ചെയ്യുകയാണെങ്കിൽ, സീറ്റിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെയാണ്
ആണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ അടയ്ക്കേണ്ട എമൗണ്ട് ട്യൂഷൻ ഫീസായിട്ട് വരുന്നത് 28,20,000 rupees. യൂണിവേഴ്സിറ്റി ഫീസ് 11,000 rupees ആയിരിക്കും. പിന്നെ നിങ്ങൾ ടോട്ടൽ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 28,39,000 rupees ആയിരിക്കും. ഇനി സെക്കൻഡ് ഇയറിലാണെങ്കിൽ 28,28,000 rupees. തേർഡ് ഇയറും ഫോർത്ത് ഇയറും സെയിം എമൗണ്ട് തന്നെയാണ്. ഇനി ഫിഫ്ത്ത് ഇയർ വരുമ്പോൾ 14,24,000 rupees ആണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എമൗണ്ട് കാര്യങ്ങളാണ് NRI കോട്ടയ്ക്കും മാനേജ്മെൻറ്റ് കോട്ടയ്ക്കും അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കയ്യിൽ വെക്കണം. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ വെക്കേണ്ടത് നോക്കാം. അപ്പോൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനൽ കോപ്പി പ്ലസ് 3 അറ്റസ്റ്റഡ് കോപ്പീസ് ആണ് നിങ്ങൾ കയ്യിൽ വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വേണ്ടത് നീറ്റ് UG അലോട്ട്മെൻറ്റ് ലെറ്റർ, നീറ്റ് സ്കോർ കാർഡ് ആൻഡ് റാങ്ക് ലെറ്റർ, 10th 12th മാർക്ക് കാർഡ്, TC, CC, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ബ്ലഡ് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ്. ഇനി നിങ്ങൾ ഏതെങ്കിലും കാറ്റഗറി വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, പിന്നെ പാരൻറ്റിൻ്റെ പാൻ കാർഡിൻ്റെ കോപ്പി, പിന്നെ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇനി ഒരു NRI കാൻഡിഡേറ്റ് ആണ്, NRI കാറ്റഗറിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേണം. പ്ലസ് നിങ്ങൾക്ക് കുറച്ച് അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് കൂടി വേണം. അതായത് നിങ്ങളുടെ പാരൻറ്റിൻ്റെ പാസ്പോർട്ട് കോപ്പി, പിന്നെ നിങ്ങൾ പാരൻ്റ് ഏത് കൺട്രിയിലാണോ അവിടുത്തെ എംബസി ഇഷ്യൂ ചെയ്തിട്ടുള്ള റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ പാരൻറ്റിൻ്റെ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം ടാക്സ് ഡോക്യുമെൻറ്റ്സ് തുടങ്ങിയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത്. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഈ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സീറ്റ്സ് മുന്നേ തന്നെ ബുക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡ്മിഷൻ അസിസ്റ്റൻസ് വേണമെങ്കിലോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം.